തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ തയ്യാറെന്ന അഭിഷേക് ബാനർജി. പ്രശ്നം താനാണെങ്കിൽ ഒഴിയാൻ തയ്യാറെന്നും പാർട്ടി വിട്ടവർ തിരിച്ചു വന്നാൽ 1 മണിക്കൂറിനകം സ്ഥാനം ഒഴിയാമെന്നുമാണ് അഭിഷേക് ബാനർജിയുടെ പ്രതികരണം. അതേസമയം തൃണമൂൽ വിമത എംപിമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കിന് സ്പീക്കർ അനുമതി നൽകി. भाई 60 एमएलए गए हैं, कुछ लोग गए हैं, अगर किसी को मेरे से दिक्कत है मैं तो चुनौती देता हूँ. भाई 60 एमएलए गए हैं, कुछ लोग गए, 20 एमपी गए, मैं आपको चुनौती देता हूँ. आप लौट के आओ ममता बनर्जी के पास, 24 घंटे के अंदर मैं अपना इस्तीफा दे दूंगा. ओपन चैलेंज दे रहा हूँ. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന്. വിഷ്ണു, പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. നിർണായകമായ ഒരു സമ്മേളനം എന്ന നിലയ്ക്ക് അവിടെ പ്രത്യേക ബ്ലോക്കായി വിമതർ ഇരിക്കുന്നു. നിലനിൽപ്പിന് മറ്റ് വഴികളില്ല എന്ന തിരിച്ചറിവിലാണോ ഈ അഭിഷേക് ബാനർജിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന? തീർച്ചയായും. കാരണം തൃണമൂൽ കോൺഗ്രസിനുണ്ടായ തിളപ്പ് വലിയ രീതിയിൽ പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ പാർട്ടിയുടെ സ്വത്തുകളും അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ളവ കൂടാതെ പാർട്ടി ചിഹ്നവും പേരും അടക്കമുള്ളതിന്റെ കാര്യം അല്ലെങ്കിൽ അതിന്റെ ഭാവി തുലാസിലായി തന്നെ നിൽക്കുകയാണ്. ഇതിനിടെ ഏറ്റവും ആദ്യം ഉയർന്നു കേട്ട ആരോപണങ്ങളിൽ ഒന്നായിരുന്നു അഭിഷേക് ബാനർജിക്ക് പാർട്ടിക്കുള്ളിലുള്ള അപ്രമാദിത്വമാണ് വിമത നീക്കം ശക്തമാക്കാൻ കാരണമെന്ന്. ഇതിനാണിപ്പോൾ അഭിഷേക് ബാനർജി മറുപടി നൽകിയിരിക്കുന്നത്. താനും തന്റെ പദവിയുമാണ് പ്രശ്നമെങ്കിൽ പോയവരെല്ലാം മടങ്ങിയെത്തിയാൽ 1 മണിക്കൂറിനകം താൻ തന്റെ സ്ഥാനം ഒഴിയാമെന്നാണ് ഇപ്പോൾ അഭിഷേക് ബാനർജി പറഞ്ഞിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ 20 എംപിമാർക്ക് പ്രത്യേക ബ്ലോക്കായിരിക്കാൻ ഇന്ന് സ്പീക്കർ അനുമതി നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇവർ ലയിച്ച NCPI എന്ന് പറയുന്ന പാർട്ടി അവരെ നാളെ ചേരുന്ന സർവകക്ഷി യോഗത്തിലേക്കും കേന്ദ്ര സർക്കാർ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേവലം തൃണമൂൽ കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം സമാനമായ രീതിയിൽ എംപിമാർ കൂറുമാറിയ മറ്റൊരു പാർട്ടി ശിവസേനയാണ്. ഉദ്ധവ് പക്ഷത്തിൽ നിന്ന് ഷിൻഡെ പക്ഷത്തേക്ക് 6 എംപിമാരാണ് ഓപ്പറേഷൻ ടൈഗറിലൂടെ കൂറുമാറിയിട്ടുണ്ടായിരുന്നത്. ഷിൻഡെ പക്ഷത്തേക്കുള്ള ഇവരുടെ ലയനത്തിനും ഇന്നിപ്പോൾ സ്പീക്കർ ഔദ്യോഗികമായി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് വ്യക്തമാക്കുന്നതാണ് ഇന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ നിലവിലെ ലോക്സഭയിലെ പാർട്ടികളുടെ കക്ഷിനില എന്ന് പറയുന്നത്.